ஒரு ஊர்ல ஒரு ராஜா இருந்தாராம். ഇല്ല ഇത് രാജാ കഥയല്ല. ഹൃദയത്തിൽ നിന്നുള്ള കണ്ണീർ നനവില്ലാതെ ഈ ചിത്രം കണ്ടിറങ്ങാനാവില്ല. 4 പേരിൽ ചുറ്റിക്കറങ്ങുന്ന സിനിമ. അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ കഥ, അല്ലെങ്കിൽ വീടിന്റെ കഥ. അഥവാ ഈ കുടുംബം സ്വന്തമായി വീട് വാങ്ങാൻ ശ്രമിക്കുന്നതിന്റെ കഥ. ഇയേഴ്സ് ഓഫ് ഡ്രീം ഇല്ല. എനിക്ക് 34 വർഷം, അപ്പാക്ക് അതുക്കും മേലെ. വേദന, കണ്ണീർ, പുഞ്ചിരി, അങ്ങനെ അങ്ങനെ അങ്ങനെ. 3 BHK എന്ന തമിഴ് സിനിമ സാങ്കേതികതയിലൂന്നിയ ഒരു കൊടും ചിത്രമല്ല. വമ്പൻ ലൊക്കേഷനുകളില്ല, അതിഭീകര സംഘടനകളോ ടെക്നോളജിയോ ഇല്ല. മറിച്ച് ആർദ്രമായ മനസ്സിന്റെ സദാ ടെക്നോളജി മാത്രം. ഒരു 7 ലക്ഷം രൂപ சேர்த்து வச்சிருக்கேன். சார் 7.5 காமெடி பண்றீங்க. ഇതിലേക്ക് ശരത് കുമാറിന്റെയും സിദ്ധാർത്ഥിന്റെയും ദേവയാനിയുടെയും മീത രഘുനാഥിന്റെയും അഭിനയം കടന്നു വരുന്നതോടെ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് കുടുംബം തങ്ങളെ തന്നെ കണ്ടെത്തുന്നു, അറിയുന്നു, സ്ക്രീനിൽ സ്വയം പരിചയം പുതുക്കുന്നു. ചെന്നൈ നഗരം, അവിടെ നിലയ്ക്കാത്ത ട്രെയിൻ യാത്ര പോലെ വസുദേവന്റെ കുടുംബജീവിതം. ഒരു വാടക വീട്ടിൽ നിന്ന് മറ്റൊരു വാടക വീട്ടിലേക്ക്. ഇത് അവസാനിപ്പിച്ച് നഗരത്തിൽ സ്വന്തമായൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാനുള്ള ശ്രമമാണ് സിനിമ പറയുന്നത്. കയ്യെത്തും ദൂരത്ത് കടന്നുപോകുന്ന ഈ സ്വപ്നം ഏതൊരു മധ്യവർഗ ഇന്ത്യക്കാരൻ്റെയും സ്വന്തം അനുഭവം കൂടിയാണ്. ഈ കഥയാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. என்னால முடியலன்னா என்ன, பிரபு இருக்கான். എന്റർടൈൻമെന്റ് ഡെസ്ക്, ടൈം വി ന്യൂസ്.